നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വേണ്ട, നമ്മൾ തമ്മിൽ ഇനി കാണണ്ട. എല്ലാം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്നെ പിരിയാൻ പറ്റൂ തനിക്ക്? പറയും മേഘ്ന, എന്നെ വെറുക്കാനും പിരിഞ്ഞു പോവാനും തനിക്ക് പറ്റുമോ? എന്നോട് അങ്ങനെ ചോദിക്കരുത്. ഒന്നിച്ച് ജീവിക്കാനുള്ള യോഗം നമുക്കില്ല. മേഘ്ന, നാട്ടുകാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ അത്ര പോലീസ്. അതൊക്കെ മാറി. ഇപ്പൊ ജീവനെടുക്കുക അവരുടെ ലക്ഷ്യം. അത് പോട്ടെ മാഷേ, എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നു എല്ലാവരും പണത്തിന്റെ പുറകെ പായുന്നു. ഇഷ്ടം പോലെ വാങ്ങിച്ചിട്ടും ഉണ്ടാവും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല സരസ്വതി. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ തന്നോടൊപ്പം നിൽക്കുന്നവർക്ക് കൈനിറയെ വാരിക്കോരി കൊടുക്കുന്നവനാണല്ലോ ശേഖരൻ. പോലീസുകാര് കൈയൊഴിഞ്ഞു എന്ന് കരുതി നമുക്ക് നമ്മുടെ തറവാടിനെ മറക്കാൻ പറ്റില്ലല്ലോ. താൻ ഇവിടെ ഇവരുടെ കൂടെ നിന്നോ, ഞാൻ തറവാട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. ഞാൻ അവിടെ കാവല് നിന്നോളാം. എന്താ ഈ പറയുന്നേ? മാഷപ്പം പോവാണെങ്കിൽ കൂടെ ഞാനും പോവാമ്മേ. ഞാനും കവലിൽ നിന്നോളാം. വേണ്ട മോനെ, രണ്ടാളും പോണ്ട, ആപത്താണ്. മാഷേ, അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടെന്ന് ആലോചിച്ചാലോ? അല്ലാതിപ്പോ എന്ത് വഴി? ഒറ്റ വഴിയേ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളൂ. കൊടുങ്ങല്ലൂർ അമ്മയെ വിശ്വസിക്കുക. നമുക്ക് കാവലിൽ പോയി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാം. കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യമായിരുന്നു ആ വിഗ്രഹത്തിലെ മൂക്കുത്തി. അത് പോയതോടെയാ വീഴ്ചകൾ തുടങ്ങിയത്. ഇനിയെല്ലാം ദേവി തന്നെ തീരുമാനിക്കട്ടെ. നിയോഗം ദേവിയുടേതാണല്ലോ, നമുക്കനുസരിക്കാനല്ലേ പറ്റൂ, അല്ലേ മാഷേ? എന്താ, അനന്യയുടെ അമ്മ ഇവിടെ ഇല്ലേ? അമ്മയുടെ ഉണ്ട്.